ഒരു ദിവസത്തെ പോലും അധ്യാപന പരിചയമില്ലാത്ത ധനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ചട്ടവിരുദ്ധ പ്രമോഷൻ നൽകാൻ നീക്കം. ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ഷൈജന് പ്രൊഫസറായി പ്രമോഷൻ നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സ്ക്രീനിംഗ് സമിതി തിരക്കിട്ട് ശുപാർശ ചെയ്തെന്നാണ് ആക്ഷേപം. UGC ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറായി 3 വർഷത്തെ അധ്യാപന ഗവേഷണ പരിചയം പ്രൊഫസർ തസ്തികയ്ക്കുള്ള യോഗ്യതയായി വ്യവസ്ഥയുള്ളപ്പോഴാണ് ഇത് അവഗണിച്ചുള്ള പ്രമോഷൻ നീക്കം. ശാലിനി ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഡോക്ടർ ഷൈജൻ. ഈ ഷൈജനെയാണ് തിരക്കിട്ടുകൊണ്ട് തന്നെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള സർക്കാർ തലത്തിലെ നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പരാതികൾ ഉയരുന്നത്. ഇത് സംബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC അടക്കം ഈ ഘട്ടത്തിൽ പരാതി എത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദിവസത്തെ പോലും അധ്യാപന പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഡോക്ടർ ഷൈജൻ. അത്തരത്തിലൊരു വ്യക്തിയെ യൂണിവേഴ്സിറ്റിയുടെയും UGCയുടെയും ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു തസ്തികയിലേക്ക് നിയമിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, UGCയുടെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് അധ്യാപന പരിചയം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടൊരു ശുപാർശ കൂടി വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമന നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു അധ്യാപന നീക്കങ്ങൾ നടപടികളൊക്കെ തന്നെ സർക്കാർ തലത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഒരു അധ്യാപകനെ അല്ലെങ്കിൽ ഈ ഡോക്ടർ ഷൈജനെ ഈ ഒരു തസ്തികയിലേക്ക് കൊണ്ടുവരാനായി തിരക്കിട്ട ശുപാർശ നടത്തിയത് ആ വകുപ്പിലെ തന്നെ ഏറ്റവും ജൂനിയർ ആയ ഒരു അധ്യാപകനെ വകുപ്പ് മേധാവിയായി കൊണ്ടുവന്നുകൊണ്ട് ആ വകുപ്പ് മേധാവിയാണ് ശുപാർശ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, സർവകലാശാല സർവീസ് രേഖകൾ പ്രകാരം 2018 ഒക്ടോബറിൽ അസോസിയേറ്റ് പ്രൊഫസറായി ഉദ്യോഗ കയറ്റം ലഭിച്ച ഷൈജനാണ് 2020 ഒക്ടോബർ മുതൽ മലയാളം സർവകലാശാലയിൽ രജിസ്ട്രാറായും തുടർന്ന് ധനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായും പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്തുണ്ടായിരുന്ന കാലയളവ് അത് സർവീസ് കാലയളവായി കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമന നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് അതൊന്നും തന്നെ ഈ സർവീസ് കാലഘട്ടത്തിൽ വരാതിരിക്കുന്ന സമയത്ത് നടന്ന ആ ഒരു സർവീസ് അത് അധ്യാപന പരിചയമാണ് എന്ന് മുൻനിർത്തിക്കൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു നടപടിയാണ് ഇതിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ അസോസിയേറ്റ് പ്രൊഫസറായി 3 വർഷത്തെ പരിചയം വേണം, ഒപ്പം തന്നെ ഗവേഷണ പരിചയം വേണം. ഇതൊന്നുമില്ലാത്ത ഷൈജനെയാണ് ഇത്തരത്തിൽ തിരക്കിട്ട് നിയമിക്കാനുള്ള സർക്കാർ തലത്തിലെ നീക്കം എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാലും വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം കാലിക്കറ്റ് സർവകലാശാല VCക്ക് സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗവർണറെയും ഉടൻ തന്നെ കാണുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ എന്ത് നടപടി ഇനി ഗവർണറും ഒപ്പം തന്നെ VCയും എടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അതെ, ശരി ശാലിനി.